ചിരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയും കരയരുത്, ദേഷ്യപ്പെടരുത്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ. നമ്മൾ വിചാരിക്കുന്നത് സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് മാത്രമാണ് ഒരു നല്ല ഇമോഷൻ എന്നാണ്, ബാക്കിയൊക്കെ മോശമാണെന്നും. പക്ഷേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടിനെ പോലെ ആകാനാണോ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്? സത്യത്തിൽ സന്തോഷം എന്നത് ഒരു ലീഡർ അല്ല, മറിച്ച് അതൊരു ഹാർമണിയാണ്. നമ്മുടെ ഉള്ളിലെ എല്ലാ ഇമോഷൻസിനെയും ഒത്തുചേർത്ത് പാടുന്ന ഒരു പാട്ടാണ് സന്തോഷം. നമ്മുടെ മനസ്സിനെ ഒരു മ്യൂസിക് കോൺസേർട്ട് പോലെ കാണുക. അവിടെ ഡ്രംസ് ഉണ്ട് ദേഷ്യത്തിന് എക്സ്പ്രസ് ചെയ്യാൻ, വയലിൻ ഉണ്ട് സങ്കടം എക്സ്പ്രസ് ചെയ്യാൻ, ട്രംപറ്റ് ഉണ്ട് ഭയം എക്സ്പ്രസ് ചെയ്യാൻ. ഒരു സോങ്ങിൽ ഡ്രംസ് മാത്രം അടിച്ചാൽ അത് നോയ്സ് മാത്രമായിരിക്കും. എന്നാൽ ഡ്രംസ് പാടില്ല എന്ന് വെച്ചാൽ പാട്ടിന് ആ ഒരു പവർ ഉണ്ടാവില്ല. ഇതുപോലെയാണ് നമ്മുടെ ഇമോഷൻസും. ദേഷ്യം വരേണ്ടടുത്ത് ദേഷ്യം വരണം, സങ്കടം വരുമ്പോൾ കരയണം. ഈ വികാരങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ പുറത്തു പോയാൽ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാകൂ, അല്ലെങ്കിൽ പീസ്ഫുൾ ആകൂ. ഈ ശാന്തതയിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സങ്കടം ഉള്ളിൽ അമർത്തി വെച്ച് പുറമേ ചിരിക്കുന്നത് സന്തോഷമല്ല, അതൊരു മാസ്കിംഗ് മാത്രമാണ്. നമ്മൾ മോഡലിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? കുട്ടികളുടെ മുന്നിൽ വെച്ച് നമുക്ക് സങ്കടം വന്നാൽ അത് മറച്ചു വെക്കരുത്. പകരം അവരോട് പറയണം, ഇന്ന് ചെറിയൊരു വിഷമമുണ്ട്, കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ എന്ന്. ഇത് കാണുമ്പോൾ ആ കുട്ടി പഠിക്കുന്നത് എന്താണെന്നോ, സങ്കടം വരുന്നത് സ്വാഭാവികമാണ്, അത് പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല എന്ന്. നമ്മൾ ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് കാണുമ്പോഴാണ് അവർ സെൽഫ് കൺട്രോൾ പഠിക്കുന്നത്. നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് അഭിനയിച്ചാൽ നാളെ ആ കുട്ടികൾക്ക് സങ്കടം വരുമ്പോൾ അവർ അത് ഉള്ളിലൊളിപ്പിക്കും. അത് അവരെ മാനസികമായി തളർത്തും. എല്ലാ വികാരങ്ങൾക്കും ഓരോ ജോലിയുണ്ട്. ഭയം അല്ലെങ്കിൽ ഫിയർ നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ നമ്മുടെ അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് സംരക്ഷിക്കാനാണ്. സങ്കടം അല്ലെങ്കിൽ സാഡ്നസ് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഹീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതിനെയൊക്കെ തടഞ്ഞു വെക്കുന്നത് പൈപ്പ് ലൈനിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് പോലെയാണ്. അത് എന്തെങ്കിലും ഒരിക്കൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് മക്കളോട് പറയുക, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അത് കുഴപ്പമില്ല, പക്ഷെ ദേഷ്യം വരുമ്പോൾ ആരെയും ഉപദ്രവിക്കരുത്, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കരുത്. നമുക്ക് അത് സംസാരിക്കാം. ഇമോഷൻസ് തിരിച്ചറിയാനും റെക്കഗ്നൈസ് ചെയ്യാനും അവയെ മാന്യമായി പുറത്തുവിടാനും റെഗുലേറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് അവരെ പഠിപ്പിക്കാം. സന്തോഷം എന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. നമ്മുടെ ഉള്ളിലെ എല്ലാ ഇമോഷൻസിനെയും സ്നേഹത്തോടെ സ്വീകരിക്കുക. അപ്പോൾ മനസ്സ് ഒരു ശാന്തമായ കടൽ പോലെയാവും. ആ സമാധാനമാണ് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് ഇന്നു മുതൽ ഹാപ്പി ആയിരിക്കാൻ നിർബന്ധിക്കാതെ ഹെൽത്തിയായി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.